ഹരി ഓം. വിഷ്ണു സഹസ്രനാമ സ്തോത്രം, ശ്ലോകം 63. സ്വാപന സ്വവശോ വ്യാപീ നൈകാത്മാ നൈക കർമ്മകൃത് വത്സരോ വത്സലോ വത്സി രത്നഗർഭോ ധനേശ്വരഃ. ഹരി ഓം. ഹരി ഓം. 465 നാമം സ്വാപനഃ. മായ കൊണ്ട് എല്ലാ ജീവജാലങ്ങളുടെയും ആ ശരിയായ ബോധത്തെ ഇല്ലാതാക്കി അവരെ ഒരു തരത്തിൽ ഒരു നിദ്രയിലാക്കി കളയുന്നവൻ, അവരെ മായയാകുന്ന നിദ്രയിൽ പെടുത്തുന്നവൻ. അതുകൊണ്ടാണ് എപ്പോഴും മായയെ സ്വപ്നത്തോട് ഉപമിക്കുന്നത്. സ്വപ്നത്തിൽ പല കാഴ്ചകളും കാണുന്നത് ഉണ്ടല്ലോ, ഇല്ലാത്തത് കാണുന്നത് പോലെയാണ് ഈ മായയിലും. അങ്ങനെ സ്വപ്നത്തിൽ നിന്ന് ഉണരുന്നവനെ ഒന്നിനെയും പേടിയില്ല. താൻ കണ്ടതൊക്കെ വെറും ഭ്രമമായിരുന്നു എന്നതുപോലെ ഈ മായാലോകത്തിൽ നിന്ന് ഉണരുന്നവന് താൻ ഇതുവരെ അനുഭവിച്ചതൊക്കെ വെറുമൊരു ഭ്രമമായിരുന്നു എന്ന് മനസ്സിലാകും. അതുകൊണ്ട് ഈ മായാലോകത്തിലെ നമ്മുടെ ഉണർവ് പോലും യഥാർത്ഥത്തിൽ ഒരു ഉറക്കമാണ്. അങ്ങനെ എല്ലാവരെയും തൻ്റെ മായയിൽ ഉറക്കിക്കിടത്തുന്നവൻ എന്ന അർത്ഥത്തിൽ സ്വാപനഃ. 466 നാമം സ്വവശഃ. എല്ലാ ജീവജാലങ്ങളെയും തനിക്ക് അധീനമാക്കി വച്ചിരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ. ഭഗവാന്റെ നിയന്ത്രണത്തിലാണ് എല്ലാം. ഭഗവാൻ യന്ത്രി എന്നാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ എപ്പോഴും പറയുന്നത്. അങ്ങനെയാണ്, ഞാനൊരു യന്ത്രം, എന്നെ ചലിപ്പിക്കുന്ന യന്ത്രി അത് അമ്മയാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസർ കാളിമാതാവിൻ്റെ വലിയൊരു ഭക്തനാണ്. അതുകൊണ്ട് ഞാൻ യന്ത്രം, എന്നെ തിരിക്കുന്ന, സ്വിച്ചിട്ടാൽ കറങ്ങുന്ന പാവ പോലെ നമ്മളെ നിയന്ത്രിക്കുന്നവൻ ഭഗവാൻ. അങ്ങനെ എല്ലാറ്റിനെയും തനിക്ക് അധീനപ്പെടുത്തി വച്ചിരിക്കുന്നവൻ, വശപ്പെടുത്തി വച്ചിരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ സ്വവശഃ. 467 നാമം വ്യാപി. ആകാശം പോലെ സർവ്വതിലും വ്യാപിച്ചിരിക്കുന്നു എന്നതിനാൽ വ്യാപി. ഇനി നമ്മുടെയൊക്കെ ജീവാത്മ സ്വരൂപമായിട്ട് യഥാർത്ഥത്തിൽ പറയുമ്പോൾ ഹൃദയ ഗുഹയിലാണ് എന്ന് പറയാമെങ്കിലും സൂക്ഷ്മരൂപിയാണ് എന്നതിനാൽ സർവത്ര വ്യാപിച്ചിരിക്കുന്നു എന്ന അർത്ഥത്തിലും വ്യാപി. 468 നാമം നൈകാത്മാ. ന ഏക ആത്മാ, നൈകാത്മാ. ഭഗവാൻ ഒന്നേയുള്ളൂ, ആ പരമാത്മ ചൈതന്യം ഒന്നേയുള്ളൂ. എങ്കിലും സൃഷ്ടി ചെയ്യുമ്പോൾ ബ്രഹ്മാവായും, സ്തുതി ചെയ്യുമ്പോൾ, പരിപാലനം ചെയ്യുമ്പോൾ വിഷ്ണുവായിട്ടും, സംഹരിക്കുമ്പോൾ രുദ്രനായിട്ടും, ഇങ്ങനെ അവസ്ഥാഭേദേന ഭിന്നമായ ആത്മാവോട് കൂടിയവൻ എന്ന അർത്ഥത്തിൽ നൈകാത്മാ. 469 നാമം നൈക കർമ്മകൃത്. നേരത്തെ പറഞ്ഞ നാമത്തിൻ്റെ ഒരു തുടർച്ചയായിട്ട് അവസ്ഥാഭേദേന ഭിന്ന ഭിന്നമായ രൂപഭാവത്തോടുകൂടെ ഇരിക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്ന കർമ്മവും വ്യത്യസ്തമാണ്. ഒരു കർമ്മം മാത്രമല്ല ഭഗവാൻ ചെയ്യുന്നത്, അല്ലേ? എന്നതിനാൽ ജഗത്തിൻ്റെ സൃഷ്ടി, സ്ഥിതി, സംഹാരം എല്ലാം ഇങ്ങനെ പല കർമ്മങ്ങൾ ചെയ്യുന്നു, ഒന്ന് മാത്രമല്ല എന്നതിനാൽ നൈക കർമ്മകൃത്. 470 നാമം വത്സരഃ. ഏതൊരു ഭഗവാനിൽ സർവ്വതും വസിക്കുന്നു എന്നതിനാൽ വത്സരഃ. 471 നാമം വത്സലഃ. തനിക്ക് എത്രയും പ്രിയപ്പെട്ടവരെ, എന്നെപ്പോലെ തൻ്റെ ഭക്തന്മാരെ സ്നേഹിക്കുന്നവൻ. ഭഗവാനെ എപ്പോഴും വിളിക്കും, എന്താണ്? ഭക്തവത്സല എന്ന്. അത്രയും ഇഷ്ടമാണ് തൻ്റെ ഭക്തന്മാരെ. അതാണ് ഭക്തവത്സലനായിരിക്കുന്നവൻ ഭഗവാൻ. 472 നാമം വത്സി. ഇവിടെയും അതേപോലുള്ള അർത്ഥമാണ്. തൻ്റെ ഭക്തന്മാരെ ഒരു പശുക്കുട്ടികളെ പോലെ, തൻ്റെ കുട്ടികളെ പോലെ, അത്രയും വാത്സല്യ ഭാജനം എന്ന പോലെ അവരെ അങ്ങനെ ചേർത്തു നിർത്തി ജഗത്പിതാവായ ആ ഭഗവാന്റെ വത്സരമായ കുട്ടികളാണ് എല്ലാ ജീവജാലങ്ങളും. അതുപോലെയാണ് ഭഗവാൻ അവരെ പരിപാലിക്കുന്നത്, സ്നേഹിക്കുന്നത്. നമ്മൾ അടുക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഭഗവാനോട് അടുത്തവർക്ക് ഇത് പറയേണ്ട ആവശ്യമില്ല, അവർക്കറിയാം. അത്രയും സ്നേഹം ഈ ലോകത്തിൽ നിന്ന് നമുക്ക് മറ്റെവിടെ നിന്നും കിട്ടില്ല. അതേപോലെ തൻ്റെ ഭക്തന്മാരെ സ്നേഹിക്കുന്നു, ഒരു കുട്ടിയെ എന്ന പോലെ. അതുകൊണ്ട് വത്സി. 473 നാമം രത്നഗർഭ.
ഇവിടെ സമുദ്രത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ആ സമുദ്രത്തിൻ്റെ ഉള്ളിൽ, ഗർഭം എന്നാൽ ഉള്ളിൽ എന്നാണ്, അവിടെ അനവധി വിലപിടിപ്പുള്ള രത്നങ്ങളുണ്ട്. അങ്ങനെ രത്നങ്ങളെ തനിക്കുള്ളിൽ വെച്ചിരിക്കുന്നവൻ, അങ്ങനെ സമുദ്ര രൂപത്തിൽ ഇരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ രത്നഗർഭ. 474 നാമം ധനേശ്വര. ജനങ്ങൾക്കെല്ലാം ഈശ്വരനായിരിക്കുന്ന, നാഥനായിരിക്കുന്ന ഭഗവാൻ. ഇതിൽ തന്നെ നാശമില്ലാത്ത ഏറ്റവും ശ്രേഷ്ഠമായ ധനം എന്നത് മോക്ഷമാണ്. ആ മോക്ഷത്തിനും അധീശനായിരിക്കുന്നു ഭഗവാൻ എന്നതിനാൽ ഭഗവാൻ ധനേശ്വര. ഹരി ഓം.